ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 21 മുതലുള്ള വാക്യങ്ങൾ, 25 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ, 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞു. പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവൻ്റെ വസ്ത്രം തൊട്ടു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നു, ബാധ മാറി, അവൾ സ്വസ്ഥയായി എന്നവൾ ശരീരത്തിൽ അറിഞ്ഞു. ഉടനെ യേശു തങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞു, എൻ്റെ വസ്ത്രം തൊട്ടതാറെന്ന് ചോദിച്ചു. ശിഷ്യന്മാർ അവനോട്, പുരുഷാരം നിന്നെ തിക്കുന്നത് കണ്ടിട്ടും എന്നെ തൊട്ടതാർ എന്ന് ചോദിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവനോ അത് ചെയ്തവളെ കാണാൻ ചുറ്റും നോക്കി. സ്ത്രീ തനിക്ക് സംഭവിച്ചത് അറിഞ്ഞിട്ട് ഭയപ്പെട്ടും വിറച്ചും കൊണ്ട് വന്ന് അവൻ്റെ മുമ്പിൽ വീണു വസ്തുതയൊക്കെയും അവനോട് പറഞ്ഞു. അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടു പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക എന്ന് പറഞ്ഞു. ആസന്ന മരണയായ ഒരു സ്ത്രീക്ക് കർത്താവ് സൗഖ്യം നൽകി, ആരോഗ്യം നൽകി അവളെ പ്രയോജനപ്പെടുത്തുകയാണ്. ഈ സ്ത്രീക്ക് 12 വർഷമായി രക്തസ്രവമാണ്, ബ്ലീഡിംഗ് ആണ്. അവളുടെ ചോര ജീവൻ ഇങ്ങനെ വാർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവളുടെ വസ്തുവക വിറ്റിട്ട് അവൾ ചികിത്സ ചെയ്യുകയാണ്. പല വൈദ്യന്മാരും പറഞ്ഞൊരു പ്രശ്നമുള്ള കാര്യമല്ല, സൗഖ്യം തരാം. വൈദ്യന്മാരാൽ ഏറിയോന്ന് സഹിച്ചു എന്നാണ്. അപ്പോൾ ആ ചികിത്സയിൽ ചിലതൊക്കെ കഠിനമായ ചികിത്സാ മുറകളായിരുന്നു. അതിനെല്ലാം അവൾ വിധേയപ്പെട്ടു. പക്ഷെ ഒരു കുറവുമില്ല. പലപ്പോഴും അന്നത്തെ ചികിത്സകളൊക്കെ ക്ഷുദ്രത്തോട്, മന്ത്രത്തോട് ബന്ധപ്പെട്ടതാണ്. ദുർമന്ത്രവാദം, അതൊന്നും ഫലിക്കുന്നില്ല. 12 വർഷമായിട്ട് അവള് ഈ രോഗത്തോട് മല്ലടിക്കുകയാണ്. രക്തസ്രവമായതുകൊണ്ട് രക്തം തീർന്നാൽ ഏത് സമയത്തും മരിക്കാം. രക്തം വാർന്നു പോകുന്ന ആളുകൾ വിളറി വെളുത്തിരിക്കും. ആരോഗ്യയിൽ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. അതൊരു കാര്യം. രണ്ടാമത്, രക്തസ്രാവം ഒരു അശുദ്ധ അസുഖമാണ്. പുരുഷന്മാരെ ഒന്നും തൊടാനായിട്ട്, പുരുഷന്മാരുള്ള സ്ഥലത്ത് പോകാനായിട്ട് സാധിക്കത്തില്ല. തന്നെയല്ല, അവൾക്ക് ഒരു വസ്തുവിൽ തൊടാൻ പാടില്ല. അതാണ് ബൈബിളിലെ പ്രമാണം. ഒറ്റപ്പെട്ട് കഴിയണം. അങ്ങനെ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും തളർന്ന ഈ സ്ത്രീ യേശുവിൻ്റെ വസ്തുത അറിഞ്ഞു. യേശുവിനെ തൊടാൻ അവൾക്ക് റൈറ്റില്ല. ഒരു പുരുഷനെ തൊടാൻ അവൾക്ക് റൈറ്റില്ല. അത് ന്യായപ്രമാണം വിലക്കുന്നതാണ്. അവൾ ചിന്തിച്ചു, അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ എങ്കിലും തൊട്ടാൽ, അതിൻ്റെ ഒരു അഗ്രം എങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം കിട്ടും. യേശുവിൻ്റെ വസ്ത്രത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്. യെശയ്യാവ് ദൈവദർശനം കണ്ട കാര്യം യെശയ്യാ 6-ാം അധ്യായത്തിലുണ്ട്. അവിടെ എഴുതിയിരിക്കുന്ന, ഉസിയാ രാജാവ് മരിച്ചാണ്ട് കർത്താവ് ഉയർന്നു പൊങ്ങുമ്പോൾ സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വെളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. യെശയ്യാവ് യേശുവിൻ്റെ ദർശനം കണ്ടിട്ടാണിത് പറഞ്ഞതെന്ന് യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ യേശുവിൻ്റെ മഹത്വമാണ് യെശയ്യാവ് കണ്ടത്. അപ്പൊ യേശുവിൻ്റെ വസ്ത്രത്തെക്കുറിച്ചാണ് യെശയ്യാ പ്രവചനം 6-ൽ എഴുതിയിട്ടുള്ളത്. പിന്നെ യേശുവിൻ്റെ വസ്ത്രത്തെക്കുറിച്ച് വേറൊരു സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്, 45-ാം സങ്കീർത്തനത്തിൽ. അവൻ്റെ വസ്ത്രമെല്ലാം മൂറും ചന്ദനവും ലവംഗവും കൊണ്ട് സുഗന്ധമായിരിക്കുന്നു. ദന്തമന്ദിരങ്ങളിൽ നിന്ന് കമ്പിനാദം അവനെ സന്തോഷിപ്പിക്കുന്നു. അവൻ്റെ ശ്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്. അല്ലയോ കുമാരി, കേൾക്കാൻ നോക്കുക, ചെവി ചായ്ക്കുക, സ്വദനത്തെയും പിതൃഭവനത്തെയും മറക്കുക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കുക. അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. അപ്പോൾ യേശുവിൻ്റെ മഹത്വമാണ് 45-ാം സങ്കീർത്തനത്തിൽ വർണ്ണിക്കുന്നത്. അപ്പൊ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ സുഗന്ധം, അതായത് ആത്മീകമായ നിലവാരം
അപ്പോൾ ഈ രക്തസ്രവക്കാരി സ്ത്രീ പറഞ്ഞു, യേശുവിന് മാത്രമല്ല അവൻ്റെ വസ്ത്രത്തിനും ഉണ്ട് പ്രാധാന്യം. വസ്ത്രത്തിന് പ്രാധാന്യമുണ്ടെന്ന് നമുക്കറിയാം. കാരണം എലീശ പ്രവാചകന്റെ ദേഹത്തെ ഉത്തരീയം അല്ലെങ്കിൽ ആ പുതപ്പ്, അതുകൊണ്ടാണ് യോർദാൻ രണ്ടായി പിളർക്കപ്പെട്ടത്. അതേ പുതപ്പ് എടുത്താണ് എലീശ യോർദാന് രണ്ടായി പിളർന്നത്. അത് നമുക്കറിയാം. പുതിയ നിയമത്തിലേക്ക് വന്നാൽ പൗലൂസിന്റെ ദേഹത്ത് നിന്ന് ഉത്തരീയം എടുത്തുകൊണ്ട് പോയി ഇട്ടവർക്കൊക്കെ സൗഖ്യമുണ്ടായി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഭക്തന്മാരുടെ വസ്ത്രത്തിന് പ്രാധാന്യമുണ്ട്. യേശു ശിഷ്യന്മാരോടൊത്ത് താബോർ മലയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ മുഖം ശോഭിക്കാനിടയായി. യേശുവിൻ്റെ വസ്ത്രം യാതൊരു അലക്കുകാരനും വെളുപ്പിക്കാൻ പറ്റാത്ത തരത്തിൽ അത്ര വെണ്മയായി തീർന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ വസ്ത്രം എന്നുള്ളത് വിശുദ്ധിയാണ് കാണിക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ ഭക്തന്മാരെ കുറിച്ച് വായിക്കുന്ന കുഞ്ഞാടിന്റെ രക്തത്തിൽ അവർ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ യേശുവിൻ്റെ വസ്ത്രം അത് പാപമില്ലാത്ത യേശുവിൻ്റെ വസ്ത്രമാണ്. അതുകൊണ്ട് അതിൻ്റെ പരിപാവനത്വം ആ വസ്ത്രത്തിലുമുണ്ടെന്ന് അവൾ വിശ്വസിച്ചു. അവള് ആരും കാണാതെ പുറകിക്കിടെ വന്നിട്ട് ആ വസ്ത്രം തൊട്ടു. പക്ഷെ യേശു അതറിഞ്ഞു. സർവജ്ഞാനിയായ യേശു അവളുടെ മനോഭാവം അറിഞ്ഞു. യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. അവളും അറിഞ്ഞു. പ്രിയപ്പെട്ടവര്, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകൾക്ക് തങ്ങൾ രക്ഷിക്കപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. ഞാൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു, പക്ഷെ രക്ഷിക്കപ്പെട്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. കാരണം യേശുവിനെ കൈക്കൊള്ളുമ്പോൾ യേശുവിനെ സ്വീകരിക്കുകയാണ്, യേശുവിനെ കൈക്കൊള്ളുകയാണ്, യേശു ഉള്ളിലേക്ക് വരികയാണ്. ആത്മാവിൽ യേശു ഉള്ളിലേക്ക് വരിക, അല്ലെ ദൈവാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരികയാണ്. യോഹന്നാൻ സുവിശേഷം റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ വായിക്കുന്നത്, ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് നാം ദൈവത്തിന്റെ മക്കൾ എന്ന് പറയുന്നു. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച ആളോട് ദൈവാത്മാവ് പറയുന്നു, നീ ദൈവമകളാണ്, ദൈവമകനാണ്. പ്രത്യേകിച്ച് ഒരു വേണ്ടാത്തടത്ത് നോക്കുകയോ അത് ചിന്തിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴും അങ്ങനെ പറയും, നീ ദൈവമകനാണ്, നീ ദൈവമകളാണ്, പാടില്ല എന്ന് പറയും, വിലക്കും. തീർച്ചയായിട്ടും ദൈവം ഉള്ളിൽ വന്നാൽ ഒരു മുള്ള് നമ്മുടെ കാലിൽ കൊണ്ടാൽ നമുക്കറിയരുതോ? തീർച്ചയായിട്ടും അറിയാം. ഒരു പനിയുടെ ഒരണു നമ്മിലേക്ക് വന്നാൽ നമുക്കറിയരുതോ പനിയാണെന്ന്? അങ്ങനെയെങ്കിൽ പ്രപഞ്ച സൃഷ്ടാവായ ദൈവം നമ്മുടെ ഉള്ളിലേക്ക് വന്നാൽ നമുക്ക് അറിയാൻ പാടില്ല എന്നുണ്ടോ? തീർച്ചയായിട്ടും അറിയാം. വൃക്ഷത്തെ ഫലം കൊണ്ടറിയാവുന്ന ഏതാണ് ഫലം? ആത്മാവിന്റെ ഫലമോ? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, വിശ്വസ്തത, സൗമ്യത, പരോപകാരം, ഇന്ദ്രിയജയം. അപ്പോൾ നമ്മുടെ ഘടനയ്ക്ക്, നമ്മുടെ പെരുമാറ്റത്തിന്, നമ്മുടെ നോട്ടത്തിന്, നമ്മുടെ കേൾവിക്ക്, നമ്മുടെ ചിന്തയ്ക്ക്, നമ്മുടെ മനോഭാവത്തിന്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക്, നമ്മുടെ ബൈബിൾ വായനയ്ക്ക്, നമ്മുടെ പെരുമാറ്റത്തിന് എല്ലാം മാറ്റം വരികയാണ്. നമുക്കറിയാനായിട്ട് സാധിക്കും. ഇവിടെ ഈ സ്ത്രീ യേശുവിനെ തൊട്ട് കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി, എന്നിലേക്ക് ദൈവം വന്നിരിക്കുന്നു, എൻ്റെ രോഗം മാറിയിരിക്കുന്നു, ഞാന് ശുദ്ധയായിരിക്കുന്നു. യേശു പറഞ്ഞു, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ആരാധനയ്ക്ക് പാടുന്ന ഒരു പാട്ടുണ്ട്, നിന്റെ ജീവനിലോരംശമേനി ഏകിയതിനാൽ യേശുനാഥ നിൻ കൃപയ്ക്കായി സ്തോത്രമെന്നേക്കും. രക്ഷിക്കപ്പെടുന്ന ആളുകൾക്ക് ദൈവത്തിന്റെ ജീവന്റെ അംശമാണ് ലഭിക്കുന്നത്. യേശു പറഞ്ഞു, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, എൻ്റെ ജീവന്റെ അംശം പുറപ്പെട്ടു. അവൾക്ക് മനസ്സിലായി, എൻ്റെ ബാധ മാറി, എൻ്റെ രോഗം മാറി, ഞാൻ ശുദ്ധയായി. പക്ഷെ അത് ജനം അറിയണം. യേശു ചോദിച്ചു, എന്നെ ആരാണ് തൊട്ടത്? ശിഷ്യന്മാർ പറഞ്ഞു, ആളുകൾ ഇവിടെ തിക്കിത്തിരക്കുകയാണല്ലോ. അല്ല, ഒരാൾ എന്നെ തൊട്ടു. പ്രിയപ്പെട്ടവരെ, തിക്കിത്തിരക്കുന്ന ആളുകൾ കാണും, അവരെ യേശുവിനെ അറിഞ്ഞുകൂടാ. എന്നാൽ യേശുവിന് വിശ്വാസത്താൽ തൊടുന്ന ആളുകളെ യേശുവിനെ അറിയാം.
നമ്മുടെ മനോഭാവം ദൂരത്തുനിന്ന് അറിയുന്നവനാണ് കർത്താവ്. അവൾ പറഞ്ഞു, ഞാനാണ്. അവൾ ചെയ്തത് തെറ്റിപ്പോയെന്നുള്ള പേടിയിലാണ്, അവൾ വിറച്ചുകൊണ്ടാണ്. യേശു പറഞ്ഞു, മകളെ ഭയപ്പെടണ്ട, നീ ചെയ്തത് ശരിയാണ്. സമാധാനത്തോടെ പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥമായിരിക്കാം. ആസന്ന മരണയായ ആ സ്ത്രീക്ക് ജീവിതം നൽകി, ജീവൻ നൽകി, ജീവിതം തിരിച്ചു നൽകി വളരെ സന്തോഷത്തോടെ ശേഷിക്കുന്ന കാലം മാന്യതയോടുകൂടെ ജീവിക്കുവാൻ നല്ലൊരു കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും കർത്താവുകൾക്ക് നൽകി. ഇന്നും ആ യേശു ജീവിക്കുന്നു. ആരവനെ വിശ്വസിക്കും, ആരവനെ തൊടും, ആര് വ്യക്തിപരമായിട്ട് അവനെ രക്ഷകനായി സ്വീകരിക്കും, അതാണ് വേണ്ടത്. അതിന് ദൈവം നമ്മെ ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.